അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാനായിട്ട് പോകുന്നത്. അപ്പൊ വരാനായിട്ടുള്ള നാളെയാണ് നമ്മുടെ ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് മോം ഓർഗാനിക്കിന്റെ കേട്ടോ. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സോപ്പുകൾ ഉണ്ടാക്കണ്ടേ, നമുക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും നമുക്ക് തന്നെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ സോപ്പുകൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ക്രിസ്മസ് സ്പെഷ്യൽ മോൾഡുകളിലാണ് കേട്ടോ. അപ്പൊ നേരം കളയാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മൾ ഈ മോൾഡിലാണ് കേട്ടോ ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കുഞ്ഞു മോൾഡാണ്, നല്ല ക്യൂട്ട് മോൾഡാണ്. ഇതേ നോക്കിയേ, ഇതാരാന്ന് മനസ്സിലായോ? ഇത് ഇനി ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് വേസ് വേണം, ഇൻഗ്രീഡിയൻസ് വേണം. അപ്പൊ നമുക്ക് അതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മള് സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലോട്ട് നമുക്ക് കുറച്ച് സോപ്പ് ബേസ് എടുത്തിട്ട് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ ഇതുപോലുള്ള ഗ്ലാസ് ജാറാണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങളൊന്നും സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. ഒന്നെങ്കിൽ സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഗ്ലാസിന്റെ എടുക്കുക. അപ്പൊ നമ്മൾ കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ കുഞ്ഞു മോൾഡുകളിലേക്കുള്ള അത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ വേറൊരു ഗ്ലാസ് ജാറിലോട്ട് ഒഴിച്ചിട്ട് ഇതിൽ നമ്മൾ ഇനി ട്രീ ആണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രീക്കുള്ള ഗ്രീൻ കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇ അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ. രണ്ട് ട്രീയിലേക്കും ഗ്രീൻ കളറ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കറക്റ്റായിട്ട് രണ്ട് ട്രീക്കുള്ള ഇത് തന്നെയാണ് നമ്മുടെ ഇതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ട്രീ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഗിഫ്റ്റ് ബോക്സിലേക്കുള്ള കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് യെല്ലോ കളറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ എല്ലാ ഐറ്റംസും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കളർ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അളവിനനുസരിച്ചിട്ട് എല്ലാം ചേർക്കണം കേട്ടോ. ഇനി ഗിഫ്റ്റ് ബോക്സിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് കുറച്ച് അളവിലായ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സോപ്പ് ബേസ് തിക്കാവും കേട്ടോ. പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ഇനി ബാക്കി എല്ലാ മോൾഡിലും നമ്മൾ റെഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഫ്രാഗ്രൻസ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വെജ് ഗ്ലിസറിൻ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ. അപ്പോൾ അതൊന്നും നോക്കി കണ്ടതിന് ശേഷം ചെയ്തോളൂ കേട്ടോ. ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഓരോ മോൾഡിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ റെഡ് കളറിലാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു കുറച്ച് നേരം വെക്കുമ്പോഴേക്കും ചെറിയ മോൾഡായ കാരണം കൊണ്ട് നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ. അധികം സമയമൊന്നും നമുക്ക് വലിയ സോപ്പിൻ്റെ അത്ര വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സോപ്പുകളൊക്കെ സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ സെറ്റാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സെറ്റായിട്ട് കാണാം. ഇതേ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും മോൾഡിൽ നിന്ന് എടുക്കാം. വൗ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് പപ്പേനെ നോക്കി എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ട്രീ ആണ് കേട്ടോ അൺമോൾഡ് ചെയ്യുന്നത്. വാവ്, എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ ട്രീ കാണാനായിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ട്രീ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ആണ്. നോക്കിയേ എന്തൊരു ഭംഗിയാണല്ലേ ഗിഫ്റ്റ് ബോക്സ് കാണാനായിട്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇനി മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഗിഫ്റ്റുകളായിട്ട് കൊടുക്കാം.
അല്ലെങ്കിൽ നമുക്ക് ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ സോപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. നമ്മൾ വേറെ സോപ്പിൽ ഇത് ഉള്ളിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ, പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഫ്രാഗ്രൻസ് ഞാനൊരു 10 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതറിയാത്തവരൊക്കെ ആണെങ്കിൽ മുന്നേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അറിയാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അറിയില്ലെങ്കിൽ നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്മെല്ല് ഒഴിച്ച് ബേസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇനി നമ്മുടെ മോൾഡ്, നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശകലം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 6 എണ്ണത്തിലും കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രീ ആണ് വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് ഇനി ബേസ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പൂപ്പനെ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം കുഞ്ഞു സോപ്പുകളും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ 6 എണ്ണമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ബേസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മൊത്തമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാത്തിൻ്റെയും മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ മൊത്തമായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലെ ബബിൾസ് വന്നത് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ വെച്ചിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഏകദേശം 1-2 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റ് ആയി കിട്ടും കേട്ടോ. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സോപ്പാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ ക്രിസ്മസിന്. അപ്പൊ നമുക്ക് ഇനി ഇത് സെറ്റ് ആയിട്ട് കാണാം. അപ്പൊ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. വാവ്, ടിങ് ടിങ്. ഇനി നമുക്ക് നമ്മുടെ ട്രീ എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ട്രീ. ബാക്കി വരുന്ന എല്ലാ സോപ്പുകളും നമുക്കിനി മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. എല്ലാം ഒന്നിനോടൊന്ന് ഭംഗിയുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സോപ്പ്. ഈ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഈ ട്രീയുടെ ഒക്കെ ഒരു ഭംഗി കണ്ടോ, എന്തൊരു രസമല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ.